എന്താണെന്നല്ല എൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, പിന്നെ ബാങ്ക് സെർവർ ഡൗൺ ആണെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കാർഡും വർക്ക് ചെയ്യുന്നില്ല, ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. മോർണിംഗ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം കാലത്ത് 6:10 ഞാനിപ്പോൾ ജിമ്മിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ശരിക്കും ഇന്നത്തെ ദിവസം 10 മണിക്ക് ജിമ്മിന് പോകുക, 6 മണിക്ക് മാച്ചുവിൻ്റെ കൂടെ ഫിഷിങ്ങിന് പോകാമെന്നെല്ലാം വിചാരിച്ച് നിന്നതാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. പക്ഷേ രാത്രിയാകുമ്പോഴേക്കാണ് പിന്നെ കോട്ട് റെഡിയായിന് 10 മണിയാകുമ്പോഴേക്കും അവിടെ ഇട്ട് നോക്കാനുള്ള ബസ് വിളിച്ചത്. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 10 മണിക്ക് ഞാൻ ജിമ്മിന് പോയി കഴിഞ്ഞാൽ കോട്ട് വാങ്ങിക്കാൻ പോകാൻ കഴിയില്ല, കോട്ട് വാങ്ങിക്കാൻ പോയാൽ ജിമ്മിനും കഴിയില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു മാച്ചുവിന് ഫിഷിംഗ് ആകുമ്പോൾ സൈഡാക്കട്ടെ, ഏതായാലും എൻ്റെ ജിമ്മ് കാലത്ത് പോവുക, അതിനുശേഷം മാച്ചുവിനെ കുറിച്ച് കോട്ടിന് പോകാൻ വിചാരിച്ചു. ഇപ്രാവശ്യം ജിമ്മ് തുറന്നിട്ട് സൈക്കിൾ എടുത്ത് വെക്കുക, കാരണം വെച്ച് കഴിഞ്ഞാൽ വെറും മഴയാണ് ഇന്ന് കാലത്ത് വരെ. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ റിന്യൂ ചെയ്തിട്ടുള്ള അടിപൊളി ജിമ്മ്. കാണുന്നില്ല, നല്ല അടിപൊളി AC എല്ലാം ആക്കി, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല അടിപൊളി കുട്ടപ്പനായില്ലേ. ഞാൻ ഇന്ന് വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് പിന്നെ ടൗണിലേക്ക് സ്കൂട്ടർ എടുത്ത് പോകാന്നെല്ലാം വിചാരിച്ചിരുന്നു. അവിടെയൊക്കെ എവിടെ നല്ല 1.5 മഴ പെയ്തുകൊണ്ടിരിക്കുകയെന്ന്. കുറച്ച് ദിവസമായി ഇപ്പം ന്യൂനമർദ്ദത്തിൻ്റെ പിന്നെ പ്രശ്നകാരം ഇടയ്ക്കിടക്കേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാർ എടുത്തിട്ടേ പോകാൻ കഴിയില്ല. കാരണം ഇന്നലെ ഞാൻ ടൗണിൽ പോയിട്ട് പെട്ടതാണ്. എൻ്റെ പിന്നെ ഓൾട്ടർ ചെയ്യാൻ കൊടുത്ത ഡ്രസ്സെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ സ്കൂട്ടർ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ടൗണിലെത്തുമ്പോഴേക്കും മഴ പെയ്യാനാണ്. പക്ഷേ ഒരുപാട് നല്ല മഴയില്ല, ചെറുതായിട്ടില്ല മഴയുള്ളൂ. പക്ഷെ അങ്ങ് നിങ്ങത്തോളം മഴ പെയ്തു. പിന്നെ കോട്ട് ഉണ്ടായിരുന്നു, ഡ്രസ്സ് പിന്നെ ഞാൻ ഡിക്കിയിൽ വെച്ചു. പക്ഷെ മാച്ചുവിൻ്റെ ഇന്ന് കോട്ടായതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ വെക്കാൻ കഴിയില്ല, പിന്നെ സ്കൂട്ടറിലൊന്നും വെക്കാൻ കഴിയില്ല, അത് ചുരുട്ടാനൊന്നും കഴിയില്ല. അത് അതുപോലെ ഇങ്ങനെ എന്താ പറയുക ഹാങ്ങറിൽ തന്നെ ഇട്ടിട്ട് വെക്കും. ഞാനിപ്പോൾ ഇടയില്ല, കുറേ ദിവസമായിട്ട് കാലത്ത് ടൗണിൽ പോകും, വൈകുന്നേരം വരും, അല്ലെങ്കിൽ അഴീക്കോടായാലും കാലത്ത് ഒരു വൈകുന്നേരം വരും. അങ്ങനെ എങ്ങനെയാണ് കുറേ ദിവസമായി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അവിടെ ഉമ്മക്ക് ഭയങ്കര ബോറടി. എൻ്റെ ഉമ്മാറ് നീ എന്താ ഡെയിലി ഇങ്ങനെ പോകുന്ന, ഒരു ദിവസം എടുക്കുന്നത്. ഞാൻ വിചാരിച്ചത് ഏതായാലും ഇന്ന് ഇവിടെ നിൽക്കുക, ചോറിനെന്ന് നിന്നിട്ട് ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അഴീക്കോട് പോകാൻ വിചാരിച്ചത്. കോട്ട് പിന്നെ ഷെർബിയോട് വാങ്ങിക്കാൻ വേണ്ടി പറയാമെന്നെല്ലാം വിചാരിച്ചത്. ഞാൻ നോക്കുമ്പോഴേക്കാണ് പിന്നെ അവർ വിളിച്ചു പറഞ്ഞത് ഏതായാലും നിങ്ങൾ വന്നിട്ട് തന്നെ നോക്കിക്കോ, അഥവാ എന്തെങ്കിലും പിന്നെ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസേ ഇല്ല. അഥവാ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കൈയോടെ ചെയ്യാലോ, പിന്നെ വെറുതെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വരണ്ടാലോ എന്ന് വിചാരിച്ചു. അല്ല അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും അതിൻ്റെ നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പിന്നെ നാളെ നിൽക്കാന്ന് വൈകുന്നേരം. അപ്പോൾ നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നും കഴിയില്ല. ഞാനിപ്പോൾ ഇവിടുന്ന് വീട്ടിലെത്തുമ്പോഴേക്കന്നെ ഏകദേശം ഉച്ചയാവും. അപ്പോൾ പിന്നെ അവിടുന്ന് തന്നെ ടൗണിലും പോയി എല്ലാം റെഡിയാക്കൽ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഞാൻ വിചാരിച്ച ഏതായാലും ഇന്നും കൂടി നമുക്ക് രാവിലെ തന്നെ ഇറങ്ങാം. ഞാൻ എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞ ഏതായാലും ഉമ്മ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിക്കോന്നെല്ലാം പറഞ്ഞാടെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഞാൻ മാത്രമല്ല വേറൊരു സാധനം കൂടെ വാങ്ങിക്കാനുണ്ട്. പിന്നെ നമ്മളെപ്പോ പിന്നെ എവിടെയെങ്കിലും വീട് കൂട്ടിയിട്ട് പോകുമ്പോൾ എനിക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെടി, പിന്നെ രണ്ടാമത്തത് പിന്നെ കോഴികളെല്ലാം. അപ്പൊ ചെടിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നമില്ല, കാരണം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും മഴയുണ്ട്. അപ്പൊ മഴ ഉള്ളതുകൊണ്ട് തന്നെ ചെടിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷെ കോഴികളുടെ കാര്യത്തിൽ പ്രശ്നമാണ്. കാരണം ഞങ്ങൾ നാളെ പോയി ഒരു ദിവസത്തേക്കെല്ലാണെങ്കിൽ കുഴപ്പമില്ല, നാളെ പോയിട്ട് മറ്റന്നാളെ വരുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ഫുഡ് പിന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി. പക്ഷെ നമ്മളിപ്പോ 2 ദിവസം ഇപ്പൊ നാളെ പോയാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ ഞായറാഴ്ച രാത്രി വരാൻ പറ്റുമോന്ന് അറിയില്ല. കാരണം ചെക്കന്റെ കല്യാണം ആണെങ്കിൽ നമ്മൾ അനിയന്റെ കല്യാണം അല്ല ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ പോയതിന്റെ പിന്നാലെ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിന്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ പുതിയാപ്പിള വരുന്നോണ്ട് പറഞ്ഞാൽ പുതിയാപ്പിളക്ക് നല്ല പണിയൊക്കെ കൊടുക്കണ്ടേ, വെറുതെ വിടാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ പണിയെല്ലാം കൊടുത്തെല്ലാം കഴിയുമ്പോഴേക്ക് രാത്രിയാവും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച ഏതായാലും ഒരു ഡ്രിപ്പ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. മാച്ചു വന്നേ വാങ്ങിക്കാൻ പറയുന്നത്. പക്ഷെ ഞാൻ അതവിടെ വാങ്ങിക്കാന്ന് പറഞ്ഞു അങ്ങനെ നീട്ടി കൊണ്ടുപോയതാണ്. ഇപ്പം ഏതായാലും ആ ഡ്രിപ്പ് വാങ്ങിക്കണം. ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് മാസിയ പോയത്. ഞാൻ ഇവിടെ സൈഡിൽ നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ കുറച്ച് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് പിന്നെ പെറ്റ്സിൻ്റെ സാധനം വെക്കുന്ന സ്ഥലമാണ്. എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് നമ്മൾ ഫസ്റ്റ് സ്പാനിയൽ കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തത്, നല്ല കറക്റ്റ് ഫിറ്റിങ്ങും ആണ്, പിന്നെ കറക്റ്റ് ടൈമിന് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ 2-3 പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെയും കൂടെ കഴിഞ്ഞ്, കസിൻ സിസ്റ്ററിനാ കൊടുത്ത കസിൻ ബ്രദറിൻ്റെയും കൂടെ കഴിഞ്ഞ്. അപ്പം എല്ലാത്തിനും ഇവിടെ കൊടുത്തത് നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഹായ് ഗൈസ്, എന്തായാലും നമ്മള് സാധനം എത്തത്തില്ലേ?
നമ്മൾ കറക്റ്റ് ടൈമിന് എത്തിയില്ലേ? നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ അളവെല്ലാം കൊടുക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ അളവ് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ മാച്ചുവിന് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും അത് രണ്ടും ഇവിടെ തന്നെ എടുത്ത്. അപ്പോൾ അതിൽ നമ്മളന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലിട്ടിട്ട് നമുക്ക് കോട്ടും കൂടി ഇട്ട് നോക്കണ്ടേ, അതിനുവേണ്ടി കൊണ്ടുവന്നേന്. ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് പിന്നെ കോട്ടടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ്. പിന്നെ അതുപോലെ തന്നെ കുർത്തക്കുള്ള മെറ്റീരിയൽ, അങ്ങനെ എല്ലാ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ സെലക്ട് ചെയ്തത് ഈ ബ്ലാക്ക് കളറാണ് കേട്ടോ. പിന്നെ മാച്ചുവിനത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ മാച്ചു ഈ ഒരു കളർ എടുത്തത്, മെറൂണ് ഇതാണ് എടുത്തത്. ഒരു പിന്നെ മെറൂണ് സാധാ കളറാണ്, ഓക്കെ, എന്നാലും ഒരു ഷൈനിങ്ങും കൂടി ഉള്ളതുകൊണ്ട് നല്ല വൃത്തിയുണ്ട്. ഇതാണ് കേട്ടോ. എന്തുണ്ട്, അടിപൊളിയല്ലേ? ഫ്രണ്ട്സ്, നമുക്കിവിടെ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നിട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നല്ല, എൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, പിന്നെ ബാങ്ക് സെർവർ ഡൗൺ ആണെന്നാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കാർഡും വർക്ക് ചെയ്യുന്നില്ല, ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. എന്താ സംഭവം എന്നറിയില്ല. ഇന്നലെ വരെ വർക്ക് ചെയ്തതാണ്. കൂടുതൽ ചെലവാക്കുന്നുണ്ട്. അത് ശരിയാണ്, ഞാൻ കൂടുതൽ ചെലവാക്കുന്നുണ്ട്. ബാങ്ക് തന്നെ വിചാരിച്ചു ഒന്ന് ഫ്രീസ് ചെയ്തിടാന്ന്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പിന്നെ ഷെർബിനെ വിളിച്ച് അവന് സ്പാനിൽ വരാനുണ്ടെന്ന് പറഞ്ഞോട് ഞാൻ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് അവൻ വന്നിട്ട് ബില്ല് പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. കോട്ടെല്ലാം കിട്ടി, ഫുൾ ഹാപ്പി ആയി. വേറെ പരിപാടികളൊന്നും ഇല്ല, ഫുൾ അടിപൊളി ഫിറ്റിംഗ്. നിങ്ങൾ കണ്ടില്ലേ, അടിപൊളി ഫിറ്റിംഗ് എല്ലാം തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പം നേരെ ഒന്ന് അഴീക്കോട് പോയിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത്, കല്യാണ വീടല്ലേ, അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ രാത്രിയാവും മൈലാഞ്ചിയിൽ ഇടാൻ പോകണം നമ്മുടെ അമ്മേൻ്റെ വീട്ടിൽ. പിന്നെ മാച്ചുവിനും പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, മാച്ചുവിനും മുടിയും കൂടി മുറിക്കാനായിട്ട് പോകുന്ന വഴിക്ക് അവരെ വണ്ടി എന്തെങ്കിലും ഉണ്ടോ? മലപ്പുറയായിട്ട് ആരും കാണുന്നില്ല. തോന്നുന്നു എല്ലാവരും പള്ളിയിൽ പോയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഇറങ്ങുമ്പോഴേക്കിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ മഴയേ ഉള്ളൂ. മാച്ചു മുടിമുറിക്കൽ കുറേ കാലമായിട്ട് ഇപ്പം പാപ്പിശ്ശേരി നിന്നാണ്. പാപ്പിശ്ശേരി ഫാഷൻ കട്ട് എന്ന് പറയുന്നത് അവർ പിന്നെ സലൂണുണ്ട് ഇവിടെ ഹാജർ റോഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എപ്പോൾ മുറിക്കാല്. ഇവിടുന്ന് മുറിച്ചാലേ മാച്ചുവിന് തൃപ്തിയാലും. മാച്ചുവിന് മാത്രമല്ല, ഷിറു അങ്ങനെ തന്നെയാണ്. ഷിറു ഉള്ളപ്പം തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ പപ്പ പോയതിന് ശേഷവും മാച്ചു ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് പിന്നെ മുറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പിന്നെ എന്താ പറയുക കംഫർട്ടാണ് മാച്ചുവിന്. അപ്പോൾ ഏതായാലും മാച്ചു മുറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറേ യൂട്യൂബ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇവിടെ ഇരിക്കണം. ഫ്രണ്ട്സ്, ഇപ്പം ഇരുത്താൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഏകദേശം 1.5 മണിക്കൂറായി. ഇപ്പം സമയം 6:30 മണിയായി. 5 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയാൽ ഞാൻ കുറേ യൂട്യൂബെല്ലാം കണ്ട് പിന്നെ ഷിറുവിനെ കുറേ വിളിച്ച് വർത്താനം പറയും. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഷിറു അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതെന്ന് അങ്ങനെ കുറേ ഷിറുവിനെ അടങ്ങറാക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടു ഇവൻ വരുന്നില്ല. ഇപ്പോൾ ഇനി ഒരാളും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി എത്ര മണിക്ക് ഇവൻ വരാമെന്നറിയില്ല. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടും പണിയുണ്ട്. ഉമ്മ പിന്നെ അമ്മേൻ്റെ വീട്ടിലുള്ള. അപ്പോൾ പോകുമ്പോൾ ഉമ്മാനെ കൂട്ടണം, പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം, അത് കഴിച്ചിട്ട് ഇപ്പം മൈലാഞ്ചി ഇടാൻ പോണേ, എഡിറ്റിംഗ് ചെയ്യണം. അങ്ങനെ ഒരുപാട് നീണ്ട നേരം തന്നെയുണ്ട് എനിക്ക്. ഫ്രണ്ട്സ്, ഇതാ മാസി എത്തുമ്പോഴേക്ക് എത്ര സമയം എന്ന് പറഞ്ഞെടുത്താ മാച്ചോ? 7 മണി. 2 മണിക്കൂറാണ് ഗൈസ് എന്നെ ഇട്ട് ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ? അപ്പൊ അതിന്റെ തിരക്ക്. ഏതായാലും നിന്റെ ഒന്ന് മുടി കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേ. 2 മണിക്കൂർ എടുത്ത് കട്ട് ചെയ്ത അതെ, 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് ടൈം എടുത്തത്. അവര് ടൈം എടുത്തിട്ട് ചെയ്യുള്ളൂ കേട്ടോ, അത്രയും സ്ലോയിലേ ചെയ്യൂല. പക്ഷെ നല്ല പെർഫെക്റ്റ് കട്ടിങ് ആണ്. ഞാനിപ്പോ വരുത്ത എന്താ പറയാ, ഷിറു ഉള്ളപ്പോന്ന് പറഞ്ഞാല് ഞാൻ ഷിറുവിന്റെ കൂടെ ഇവനെ അയക്കൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താവും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഓരോരിക്കും ഞാൻ ഇവിടെ വിട്ടിട്ട് പോക്കാന്നല്ലേ. ഇന്ന് പിന്നെ ഞാൻ വിചാരിച്ച അത്രയും സമയം ഉണ്ടാവൂല, വേഗം വരുമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ കഥ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഒരു കോഴിനെയും കൂടെ വാങ്ങിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാല് അവിടെ ചിക്കൻ ഉണ്ട്. പക്ഷെ ഉള്ള ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് ആകുമ്പോഴേക്ക് ഏകദേശം 8-9 മണിയാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് ഏതായാലും പോകാം. ഒരു കോഴി വേണം, ചെറുതോക്കിട്ടേ. ആദ്യം ഞാൻ വിചാരിച്ച പെരി ചിക്കൻ ആക്കാനാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ടൈം 7:45. അമ്മേൻ്റെ അടുത്തെല്ലാം പോയിട്ട് ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് സംസാരിച്ചിട്ടെല്ലാം വന്നേ. അതുകൊണ്ട് തന്നെ പിന്നെ ടൈം പോയതുകൊണ്ട് പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. പെരി ചിക്കനെല്ലാം ആക്കുമ്പോൾ കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കണം. അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ സാധാരണ ഉപ്പും മുളകൊക്കെ പുരട്ടിയിട്ട് പിന്നെ ഒരു ചെറുതായിട്ട് ഡ്രൈ അല്ലാണ്ട്
എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ബാക്കി ഉണ്ടായിട്ട് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേഗം പിന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ചപ്പാത്തി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റ് ഇവിടെ വെച്ചൊന്ന് ഓട് ചൂടാകുമ്പോഴേക്ക് സംഭവം റെഡിയായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഓട് ചൂടാകുമ്പോഴേക്ക് നമ്മൾ ചപ്പാത്തി നല്ല ഒരു നോർമൽ കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും വേണ്ട, ജസ്റ്റ് ചൂടാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർക്ക് പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ജോലിക്കെല്ലാം പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞ് ചപ്പാത്തി 2 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് അവർ കുറേ ആൾക്കാർ എന്നെ തിരിച്ച് വിളിച്ചത് പറഞ്ഞ് അടിപൊളിയാണെങ്കിൽ അതിൻ്റെ ചപ്പാത്തി ഒത്തിരി സോഫ്റ്റ് ആണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി പിന്നെ ഇനിയിപ്പോൾ മൈലാഞ്ചി ഇടാൻ പോയെന്ന്. അപ്പോൾ ഞാനിതാ എപ്പോൾ ഇടുന്ന മൈലാഞ്ചി കാവേരിയാണ്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് മൈലാഞ്ചി ഒന്നും ഇടല്ല, പെരുന്നാളോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ബന്ധുക്കളോ കല്യാണത്തിന് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ പെരുന്നാളിന് മൈലാഞ്ചി വെച്ചത് ഏകദേശം പോയിട്ടുണ്ട്. ചെറുതായിട്ടൊരു അടുത്തത് നോക്കുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. അപ്പം പിന്നെ എന്താ പറയുക, അതിന് വേഗം മൈലാഞ്ചി ഇട്ട് വന്ന് പിന്നെ അതൊന്ന് ഡ്രൈ ആയിട്ട് വേണം കുറച്ച് എഡിറ്റും കൂടി ചെയ്യാൻ, എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടി. അടുപ്പിച്ചിട്ട് ഹായ് അപ്പൂസ്, എന്തുണ്ട് സുഖല്ലേ? ഫുഡ് കഴിച്ചാ കാക്കാ? തിരക്കാ? ഓ ഐശ്വര്യ നല്ല ചെത്തിലാണല്ല. എനിക്ക് മൈലാഞ്ചി ഇട്ടിരുന്നത് എൻ്റെ അമ്മായിൻ്റെ അനിയത്തിൻ്റെ മോളാണ്. പക്ഷെ അവൾക്ക് യൂട്യൂബിലേക്ക് വരാൻ ഇഷ്ടമല്ല, അവൾ ഇടുന്നത് റെക്കോർഡ് ചെയ്തോന്ന് പറയണേ. കംപ്ലീറ്റഡ് ആയി. ഓക്കെ, ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മളെ ഇതിൻ്റെ കുട്ടി ഇത് ചെയ്തു തന്നത്. അപ്പം എന്തായാലും എന്തെങ്കിലും അടിപൊളിയല്ലേ? നമ്മൾ മൈലാഞ്ചി ഇടുന്നതിൻ്റെ ഇടയിൽ നമ്മളെ അമ്മായി ഉണ്ടാക്കുന്ന ഒരു സാധനം, അടിപൊളി ഡോണറ്റ് ഉണ്ട്. എല്ലാവരും മുഖം നോക്കിയ മാറ്റി വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ? വാവ്, യമ്മി, ഡെലീഷ്യസ്, സോഫ്റ്റ് ആണല്ലേ? ഇതൊന്നും പറയല്ല കേട്ടോ, നല്ല അടിപൊളി കിടക്കാച്ചി സംഭവം. ഡോണറ്റ് അടിപൊളിയാണ്. എനിക്ക് ഈ കൈകൊണ്ട് തിന്നാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പാവ ജൂന് തന്നെയാണ് വായിലിട്ട് തന്നത്. പാവ അവൾക്ക് മൈലാഞ്ചി ഇടലും മടിയായി, അതായത് ഡോണറ്റ് വായിട്ടെടുത്തലും മടിയായിപ്പോയി. ഓക്കെ, ഏതായാലും ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നിന്നാണ്. വീണ്ടും കാണുന്നത്. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.